നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ലോകോത്തര IT കമ്പനിയായ IBM-ലേക്കുള്ള ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ഞങ്ങൾ കോളേജ് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ്. അവർക്ക് IBM എന്ന് പറഞ്ഞാൽ ഒരു ആമുഖം ആവശ്യമില്ലാത്ത ഒരു IT കമ്പനിയാണ്. വേൾഡ്സ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ടെക്നോളജി കമ്പനി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ കഴിയും. 1911 ഏതാണ്ട് 114 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു ടെക്നോളജി കമ്പനിയാണ് IBM. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ കോർപ്പറേഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. US ന്യൂയോർക്കിലാണ് ഇത് ആരംഭിച്ചത്. ഏതാണ്ട് 175ഓളം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് IBM എന്നുള്ളത്. നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിൽ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഒരു മെയിൻ പ്രവർത്തനം ഇന്ന് നടക്കുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ IBM-ന്റെ ജെൻ AI ഇന്നൊവേഷൻ സെന്റർ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജെൻ AI ഇന്നൊവേഷൻ സെന്ററാണ് കൊച്ചിയിലുള്ളത്. അത് പ്രവർത്തിക്കുന്നത് കൊച്ചിയിലെ ലുലു സൈബർ ടവറിലാണ്. അതുകൂടാതെ ഈ ബ്രിഗേഡിന്റെ വേൾഡ് ട്രേഡ് സെന്റർ, ഇത് രണ്ടും ഇൻഫോ പാർക്കിൽ തന്നെയാണ്. അവിടെയും ഇവർക്ക് പ്രവർത്തനമുണ്ട്. അപ്പൊ ഈ IBM-ന്റെ ഒരു റിക്രൂട്ട്മെന്റ്, അവർക്ക് IBM ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ AI പോലെയുള്ള ടെക്നോളജിയുടെ അഡോപ്റ്റ് ചെയ്യുക എന്ന് മാത്രവുമില്ല, വേൾഡ്സ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് കമ്പനി കൂടിയിട്ടാണ്. അതുകൊണ്ട് 2021 വരെ കണ്ടിന്യൂസ് ആയിട്ട് 29 കൊല്ലം US ഏറ്റവും കൂടുതൽ പേറ്റൻസ് സമർപ്പിക്കുന്ന കമ്പനിയും ഈ IBM ആണ്. അപ്പൊ ഈ IBM-ലേക്ക് ഇന്ത്യൻ ലൊക്കേഷനുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്കുള്ള ഒരു ഹയറിംഗ് ഞങ്ങളുടെ കുട്ടിക്കാനം മെരിയൻ കോളേജ് അനൗൺസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതെന്താണ് ജോബ്, എന്തായിരിക്കും അതിന്റെ എലിജിബിലിറ്റി, എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, പിന്നെ അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഇവരുടെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ, ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും. ഓർക്കുക, ഈ IBM-ന് ഇന്ത്യയിലെ പ്രവർത്തനമുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മൈസൂർ, നമ്മുടെ അടുത്ത് തന്നെയൊക്കെയുള്ള മൈസൂർ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. അതുകൂടാതെ കൊൽക്കത്ത, മുംബൈ, പൂനെ, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, കൊച്ചി ഉണ്ട്. വിവിധ ലൊക്കേഷനുകൾ ഭുവനേശ്വർ, ന്യൂഡൽഹി, മഹാരാഷ്ട്ര ലൊക്കേഷനിലൊക്കെയാണ് ഈ IBM-ന് പ്രവർത്തനങ്ങളുള്ളത്. ഈ ഹയറിംഗിന്റെ ചില ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഇത്രയും ലൊക്കേഷനുകളിലേക്കൊക്കെ ആയിരിക്കും ഹയറിംഗ്. കൊച്ചിയിൽ തന്നെ കിട്ടണമെന്നില്ല, ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനിലേക്കായിരിക്കും. ഒരുപക്ഷെ കൊച്ചിയിലായിരിക്കും. കൊച്ചിയിൽ ഓൾറെഡി 1500-2000 പേര് IBM-ൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് 5000-ആയി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുകയാണ് എന്നറിയുക. അപ്പൊ നിങ്ങൾ ആദ്യം ഇവരുടെ ഈ ജോബ് ID ഒന്ന് നോട്ട് ചെയ്യണം. 7789 ജോബ് ടൈറ്റില് അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ. ഓക്കെ, ഇനി താഴേക്ക് വന്നാൽ ഇന്ത്യയിലേക്കാണ് ഹയറിംഗ്. ഹൈബ്രിഡ് വർക്ക് അറേഞ്ച്മെന്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റെഗുലർ എംപ്ലോയ്മെന്റ് ആയിരിക്കും. എൻട്രി ലെവലാണ്, അതായത് ഫ്രഷർ ഹയറിംഗ് ആണ് ഈ നടക്കുന്നത്. ട്രാവൽ ഒന്നും ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജനറൽ ഷിഫ്റ്റ്, ഡേ ടൈം ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് മനസ്സിലാക്കാം. ഒരു സൈറ്റിലേക്ക് വന്നാൽ ആദ്യം ഇതിന്റെ ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ നൽകുന്നുണ്ട്. ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ യു വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ മെനി ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പല ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഉണ്ടല്ലോ. ഡിസൈൻ ഉണ്ട്, കോഡിംഗ് ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഇനി ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും. You will create softwares that enables your clients hybrid cloud and AI journey. അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാം. നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്? റിക്വയർഡ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. എന്തായിരിക്കും ഇതിന്റെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് എന്നുള്ളത്? അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BE BTech അല്ലെങ്കിൽ ME MTech, MSc അല്ലെങ്കിൽ MCA. MSc ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT, അല്ലെ BE BTech ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT. അതല്ലെങ്കിൽ ഇവരോട് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതർ സെമി IT ഓർ സർക്യൂട്ട് ബ്രാഞ്ചസ്. അപ്പോൾ സെമി IT എന്ന് പറഞ്ഞാൽ IT പറ്റും, കമ്പ്യൂട്ടർ സയൻസ് പറ്റും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള കുറേ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, ML, അല്ലെങ്കിൽ റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ. അതല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചസ്. സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ
ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകാർക്ക് ബിടെക്കുകാർക്കായിരിക്കും അവസരമുള്ളത്. കൂടാതെ ഇവർ ME, MTech, MCA, MSc എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ചു. അവർ പറഞ്ഞത് വി ആർ വെരി കീൻ ഇൻ ഹയറിംഗ് BTech എന്നാണ് പറഞ്ഞത്. അപ്പോൾ BTechുകാർക്കായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഒരുപക്ഷെ ഹയറിങ്ങിൻ്റെ ഞാൻ അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കാം. ഹയറിങ്ങിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഒരുപക്ഷെ BTechുകാർക്കായിരിക്കും അവസരം കൂടി നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റവർക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. അവരുടെ ഒരു എത്രമാത്രം ആയിരിക്കും അവരുടെ ഒരു അവസരം എന്ന് എനിക്കറിയില്ല. വി ആർ വെരി കീൻ ടു ഹയർ BTech എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ 6 CGPA അല്ലെങ്കിൽ 60% മാർക്ക് ഈ ഡിഗ്രിക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കോഴ്സ് കംപ്ലീഷൻ 2024 അതായത് 2024 ഈ BTech അങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്കായിരിക്കും അവസരം എന്നറിയുക. ഇതൊരു എൻട്രി ലെവൽ ഓഫ് ക്യാമ്പസ് ഹയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ എഡ്യൂക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രോഗ്രാമിങ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രിഫറബിളി ജാവ അല്ലെങ്കിൽ C++, പൈതൺ, Node.js ഇങ്ങനെയൊക്കെ ഉള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചൊക്കെ കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട എലിജിബിലിറ്റി BTech വിത്ത് 60% മാർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അതായത് 2024 കഴിഞ്ഞവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുക എന്ന കാര്യം അറിയുക. പിന്നെ ഇവർ പ്രോബ്ലം സോൾവിങ്, ഫ്ലുവൻറ്റ് ഇന്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, അനാലിറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് യൂണിറ്റിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്നായിരിക്കും ഇതിൻ്റെ ഹയറിംഗ് നടക്കുക, എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, കാര്യങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്നൊരു ലിങ്ക് ഉണ്ട്. ആദ്യം ഇത് അപ്ലൈ നൗ ഇവിടെ മാത്രമല്ല, 2-3 പ്രോസസ് സ്റ്റേജസ് ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ സൂചിപ്പിക്കാം. അതിവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. നിങ്ങൾ ഓൾറെഡി ഈ IBMന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ IBM ID വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ അടിച്ച് മുന്നോട്ടേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു IBM ID ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് ഈ ഒരു IBM ID ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി അങ്ങനെയൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ആദ്യം നിങ്ങൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതുകൊണ്ടൊന്നും തീരുന്നില്ല, ബാക്കി പ്രോസസ്സിൽ കൂടി ഞാനൊന്ന് വിശദമാക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ കിട്ടും. IBM ടാലന്റ് അക്വിസിഷൻ ടീമിൽ നിന്നായിരിക്കും ആ ഇമെയിൽ. പ്രത്യേകം ഓർക്കുക, talent@ibm.com എന്ന ഇമെയിൽ IDയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെയിൽ കിട്ടുക. അതിനകത്ത് നിങ്ങളുടെ ഒരു പേഴ്സൺ റെക്കോർഡ് ID കിട്ടും. ആ ID നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു രണ്ടാമത്തെ ഫോമിലേക്ക് വരാൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കണം. എന്നിട്ട് ഈ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഇവിടെ IBM ജോബ് ID അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊക്കെ നൽകുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പേഴ്സൺ റെക്കോർഡ് ID ഒക്കെ നൽകി ഈ ഫോമും കൂടി ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും രണ്ടാമത്തെ പ്രോസസ്സ്. ഇതുകൂടാതെ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് അവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കാം. ആദ്യം നിങ്ങൾ IBMന്റെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ടാലന്റ് അക്വിസിഷന്റെ ടീമിൽ നിന്നും ഒരു മെയിൽ വരും. അതിൽ നിങ്ങളുടെ ഒരു ID കിട്ടും. ആ ID വെച്ചിട്ട് രണ്ടാമത് നൽകിയിരിക്കുന്ന ഫോമും കൂടി ഫില്ല് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഇതുകൂടാതെ ഒരു ഗൂഗിൾ ലിങ്കും കൂടി നൽകിയിട്ടുണ്ട്. അതിനകത്തൊരു ഗൂഗിൾ ഫോമാണ്. അവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഇതിൻ്റെ പേ പാക്കേജ് ഞാനൊന്ന് സൂചിപ്പിക്കാം. പേ പാക്കേജ് 4.5 lakh പെർ ആനം എന്നുള്ളതാണ്. ഏകദേശം ഒരു 40,000 രൂപയുടെ അടുത്തായിരിക്കും ഇതിൻ്റെ പേ പാക്കേജ്. ഇതുകൂടാതെ 25,000 രൂപ ഒരു സെറ്റിൽമെന്റ് അലവൻസ് എന്ന നിലയിൽ ഒരു വൺ ടൈം ഒരു ബെനിഫിറ്റും കൂടി നിങ്ങൾക്ക് ലഭ്യമാകും. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഫെബ്രുവരി 11 2025 എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ഡേറ്റിനുള്ളിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരുപക്ഷെ 13 14 ഒക്കെ ആയിട്ട് ഓൺലൈനിലൂടെ ആയിരിക്കും ആദ്യത്തെ പ്രോസസ്സ് നടക്കുക.
ആ പ്രോസസ്സിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ മിക്കവാറും ഫെബ്രുവരി 18, 19 അല്ലെങ്കിൽ 20 ഈ തീയതികളിലൊക്കെ ആയിരിക്കും ഫൈനൽ പ്രോസസ്സും കൂടി നടക്കുക. അതൊരു 1-to-1 ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. അതൊരു പക്ഷേ ഞങ്ങളുടെ കോളേജ് കുട്ടിക്കാനം മെരിയൻ കോളേജിലോ അതല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ വെച്ചായിരിക്കും. അതിൻ്റെയൊക്കെ ഇൻറ്റിമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓർക്കുക, ഈ ഡേറ്റുകളൊക്കെ ടെൻഡേറ്റീവ് ആണ്. ഏതായാലും 11-ാം തീയതി ഫെബ്രുവരിക്കകം അപ്ലൈ ചെയ്യുക. ആ ഡേറ്റ് ഫൈനലാണ്. ബാക്കി ഡേറ്റ്സ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും അറിയിക്കുക. ഓർക്കുക, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഓൺലൈൻ അസസ്മെന്റിന്റെ ഒക്കെ ഡീറ്റെയിൽസ് മെയിലിലൂടെ ലഭ്യമാകത്തുള്ളൂ എന്ന് അവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകോത്തര IT കമ്പനിയായ IBM-ൽ ജോലി ലഭിക്കുന്നതിനും അത് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിന് ഒരു അവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. അവർക്ക് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെയൊക്കെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് 2024 ബാച്ചിലുള്ള BTechകാർക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. കാരണം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് IBM പോലെയുള്ള ലോകോത്തര കമ്പനികളിലേക്ക്, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ആർക്കും ഈ എലിജിബിൾ ആയിട്ടുള്ള 2024 ബാച്ചുകാർക്ക് IBM പോലെയുള്ള ലോകോത്തര കമ്പനികളിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല അവസരമാണ്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോ ഒക്കെ പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.